ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. രണ്ടെണ്ണവും അവളോട് മിണ്ടിപ്പോകരുത്, പങ്കജം മക്കൾ ദിയയോടും ദീപ്തിയോടും പറഞ്ഞു. ഞാൻ അവളോട് മിണ്ടാറൊന്നുമില്ലമ്മേ, ഈ ദീപ്തിയാ മിണ്ടുന്നത്, ദിയ പറഞ്ഞു. ഗൗരി അവരുടെ അടുത്തെത്തിയപ്പോൾ ദിയയോടും ദീപ്തിയോടും ചോദിച്ചു, നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്ന് ചായ കുടിച്ചോ? ഞങ്ങൾ കുടിച്ചു ചേച്ചി, ദീപ്തി പറഞ്ഞു. അത് കേട്ട് പങ്കജം അവളെ ദേഷ്യത്തോടെ നോക്കി. അവൾ പേടിച്ച് പങ്കജത്തെ ഒന്ന് നോക്കി. അത് കണ്ടപ്പോൾ ഗൗരിക്ക് കാര്യം മനസ്സിലായി. അവൾ ഒന്ന് ചിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. നിന്നോട് പറഞ്ഞതല്ലേ അവളോട് മിണ്ടരുതെന്ന്? പങ്കജം ദീപ്തിയോട് ചോദിച്ചു. ചേച്ചി എന്നോട് ചോദിച്ചതിനല്ലേ ഞാൻ മറുപടി പറഞ്ഞത്, ദീപ്തി പറഞ്ഞു. ആരടി നിന്റെ ചേച്ചി? അവളെ അങ്ങനെ വിളിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പങ്കജം ചോദിച്ചു. ഞാൻ അങ്ങനെ വിളിക്കാറൊന്നുമില്ലമ്മേ, ഇവളാ എപ്പോഴും ചേച്ചി ചേച്ചിയെന്ന് വിളിക്കുന്നത്, ദിയ പറഞ്ഞു. ഒരു ചേച്ചി, ഇത്രയും കാലം നിങ്ങൾക്ക് ഈ ചേച്ചി ഉണ്ടായിരുന്നില്ലല്ലോ, ഇനിയും അങ്ങനെ തന്നെ മതി. കെട്ടിച്ച് വിടാറായപ്പോൾ കയറി വന്നിരിക്കുക. നിങ്ങളുടെ അച്ഛൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാ, അല്ലാതെ ഏതോ ഒരുത്തിക്കല്ല, പങ്കജം പറഞ്ഞു. ചേച്ചി ഏതോ ഒരുത്തിയല്ലല്ലോ അമ്മേ, ഞങ്ങളുടെ അച്ഛൻ്റെ മകൾ തന്നെയല്ലേ, ദീപ്തി ചോദിച്ചു. ഓ, അച്ഛൻ്റെ മകൾ. ആ അച്ഛൻ തന്നെയാ കുട്ടിക്കാലത്ത് അവളെ അവളുടെ മുത്തശ്ശിയുടെ കൂടെ വിട്ടത്. അവളുടെ അച്ഛനില്ലാത്ത സ്നേഹം നിങ്ങൾക്കും വേണ്ട. പോയിരുന്ന് പഠിക്കാൻ നോക്ക്, പങ്കജം പറഞ്ഞു. ഗൗരി കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ കഴിക്കാനും കുടിക്കാനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ കുടിക്കാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ദീപ്തി അവിടേക്ക് വന്നു. ചേച്ചി ചായ ഉണ്ടാക്കുകയാണോ? പാല് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, എടുത്തോ, ദീപ്തി പറഞ്ഞു. വേണ്ട, എനിക്ക് ചെറുപ്പം മുതലേ കട്ടൻ ചായ കുടിച്ച ശീലം, ഗൗരി പറഞ്ഞു. ചേച്ചിക്ക് ഇന്ന് ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ജോലിയൊക്കെ ഈസി ആയിരുന്നോ, ദീപ്തി ചോദിച്ചു. വല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. +2 യോഗ്യതയുള്ള എനിക്ക് ടഫുള്ള ജോലി തരാൻ മാത്രം മണ്ടനൊന്നും ആയിരിക്കില്ലല്ലോ ആ കമ്പനി ഓണർ, ഗൗരി പറഞ്ഞു. ചേച്ചിക്ക് +2ന് നല്ല മാർക്കുള്ളതല്ലേ, ഇനിയും പഠിക്കായിരുന്നു. ചേച്ചിക്ക് ഇപ്പം തന്നെ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ? അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ചേച്ചിയെ പഠിക്കാൻ വിടുമായിരുന്നല്ലോ, ദീപ്തി ചോദിച്ചു. കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് എടുത്ത് കുടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു. അച്ഛന് നിങ്ങളുടെ രണ്ടാളുടെ പഠിപ്പിന് തന്നെ ഒരുപാട് കാശ് ചെലവാണ്, പിന്നെ വീട്ടുചെലവും. അതും കൂടാതെ ഞാനും കൂടെ പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അല്ലടി, നിന്നെ കൂടെ പഠിപ്പിക്കാം, അച്ഛൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഒരു മകള്. അതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാറായപ്പോഴേക്കും ഓടി അച്ഛൻ്റെ അടുത്തേക്ക് വന്നത്. അതിനു പകരം നിനക്ക് മറ്റാരുടെയെങ്കിലും കൂടെ ഓടിപ്പോകായിരുന്നില്ലേടി, പങ്കജം ചോദിച്ചു. അമ്മേ, എന്തൊക്കെയാ ചേച്ചിയോട് പറയുന്നത്, ദീപ്തി ചോദിച്ചു. നീ എന്താടി ഇവിടെ നിൽക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളോട് മിണ്ടരുതെന്ന്, പങ്കജം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇവളെപ്പോഴും ഈ പെണ്ണിൻ്റെ പിന്നാലെയാ എന്നും പറഞ്ഞ് ദിയ അവിടേക്ക് വന്നു. പോയിരുന്ന് പഠിക്കാൻ നോക്കടി, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവളുടെ പിന്നാലെ ചുറ്റരുതെന്ന്, പങ്കജം പറഞ്ഞു. അത് കേട്ട് ദീപ്തി അവിടെ നിന്ന് പോയി. പിന്നാലെ ദിയയും. എടി, എൻ്റെ മക്കളോട് നീ സംസാരിക്കുന്നത് എനിക്കിഷ്ടല്ല, പങ്കജം പറഞ്ഞു. അത് എൻ്റെ അനിയത്തിമാരാ, ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. ഞാൻ അവരോട് സംസാരിക്കുന്നത് ഇളയമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, മാറി നിന്നേക്ക്, ചായ കുടിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വയ്ക്കുന്നതിനിടയിൽ ഗൗരി പറഞ്ഞു. തർക്കുത്തരം പറയുന്നോടി, എൻ്റെ വീടാ ഇത്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാനല്ല മാറി നിൽക്കേണ്ടത്, നീയാ. ഇത്രയും ദിവസം മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന നിന്റെ നാവ് ഒരു ജോലി കിട്ടിയപ്പോഴേക്കും പൊന്തി തുടങ്ങിയോ, പങ്കജം ചോദിച്ചു. ഇളയമ്മേ, ഞാൻ തർക്കുത്തരം പറഞ്ഞതല്ല. ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് എൻ്റെ അച്ഛനും അനിയത്തിമാരാണ്. ഞാൻ അവരോട് എങ്ങനെ സംസാരിക്കാതിരിക്കുക, ഗൗരി ചോദിച്ചു. എൻ്റെ മക്കളെങ്ങനെയാടി നിന്റെ സ്വന്താവുന്നത്, പങ്കജം ചോദിച്ചു. അവർ എൻ്റെ അച്ഛൻ്റെ മക്കളാണല്ലോ, അപ്പോൾ എൻ്റെ സ്വന്തം അനിയത്തിമാരല്ലേ, ഗൗരി ചോദിച്ചു. അപ്പോൾ ഉമ്മറത്ത് നിന്ന് രാഘവൻ പങ്കജം എന്ന് വിളിക്കുന്നത് കേട്ടു. ഇതാ വരുന്നു രഘുവേട്ട, പങ്കജം വിളിച്ചു പറഞ്ഞു. എടി, നല്ലോണം പാലൊഴിച്ച് നന്നായി പൊടിയിട്ട് ഒരു ചായ ഉണ്ടാക്ക്. അതുകൊണ്ട് നീ അങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ വന്ന് എടുത്തോളാം, പങ്കജം പറഞ്ഞു. രാത്രിക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് ഇളയമ്മേ, ഗൗരി ചോദിച്ചു. ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയാൽ മതി. 4 മുട്ട എടുത്താൽ മതി, അതിൽ കൂടുതൽ അതിൽ നിന്ന് എടുക്കരുത്, എന്നും പറഞ്ഞ് പങ്കജം അവിടുന്ന് പോയി. രാഘവൻ വന്ന് ഉമ്മറത്തെ സെറ്റിയിലിരിക്കുകയായിരുന്നു. പങ്കജം അയാളുടെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും ദിയയും ദീപ്തിയും അവിടേക്ക് ഓടി വന്നു. അച്ഛാ, ഞങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ച് ദീപ്തി രാഘവൻ്റെ മടിയിൽ ചെന്നിരുന്നു.
ഗൗരി ചായക്കുള്ള വെള്ളം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഡൈനിങ് ഹാളിൽ വന്ന് എത്തി നോക്കി. ആഹാ, അച്ഛൻ്റെ മക്കൾ വായോ എന്ന് വാത്സല്യത്തോടെ പറഞ്ഞ് രാഘവൻ പോക്കറ്റിൽ കരുതിയിരുന്ന ചോക്ലേറ്റ് എടുത്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു. ഇത് കഴിച്ചിട്ട് വേഗം മക്കൾ പോയിരുന്ന് പഠിച്ചേ. ദിയയും ദീപ്തിയും ചോക്ലേറ്റ് വാങ്ങി അവരുടെ റൂമിലേക്ക് പോയി. അച്ഛന് അനിയത്തിമാരോടുള്ള സ്നേഹം കണ്ട് അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞൊഴുകി. അവൾ വേഗം കണ്ണുകൾ തുടച്ച് അടുക്കളയിലേക്ക് പോയി. വീട്ടിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളുടെ കിറ്റ് രാഘവൻ പങ്കജത്തെ ഏൽപ്പിച്ചു. ഇത് കൊണ്ടുപോയി അകത്ത് വച്ചോ, രാഘവൻ പറഞ്ഞു. പങ്കജം ആ കിറ്റ് വാങ്ങി അടുക്കളയിലേക്ക് പോയി സ്ലാബിന് മുകളിൽ വെച്ചു. എന്നിട്ട് ഗൗരിയോട് ചോദിച്ചു, ചായ ആയില്ലടി ഇതുവരെ? ഗൗരി ഒരു ഗ്ലാസ് ചായ എടുത്ത് പങ്കജത്തിന് നേരെ നീട്ടി. അവരത് വാങ്ങി ഉമ്മറത്തേക്ക് പോയി രാഘവന് ചായ കൊടുത്തു. അയാൾ അത് വാങ്ങി കുടിച്ചിട്ട് ചോദിച്ചു, അവൾ ജോലി കഴിഞ്ഞ് വന്നില്ലേ? ഓ, എത്തിയിട്ടുണ്ട്. 5 മണിക്ക് ഓഫീസിൽ നിന്നിറങ്ങിയിട്ട് അവൾ ഇവിടെ എത്തിയത് 6:15. ഇതുവരെ എവിടെ ചുറ്റി നടക്കുകയായിരുന്നെന്ന് ആർക്കറിയാം. എൻ്റെ മക്കൾക്ക് കൂടി പേരുദോഷം ഉണ്ടാക്കി വെക്കും അവൾ, പങ്കജം പറഞ്ഞു. ഞാൻ ആ ബ്രോക്കർ മണികണ്ഠനോട് ഇവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറ്റിയ ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ പിന്നെ ആ ബാധ്യത തീർന്നല്ലോ, രാഘവൻ പറഞ്ഞു. ദേ, മണികണ്ഠനോട് പ്രത്യേകം പറഞ്ഞോ സ്ത്രീധനായിട്ട് പൊന്നോ പണോ ഒന്നും തരാൻ കഴിയില്ലെന്ന്, പങ്കജം പറഞ്ഞു. ഒന്നും കൊടുക്കാതെ എങ്ങനെ പങ്കജം ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നത്, രാഘവൻ ചോദിച്ചു. അങ്ങനെ വരുന്നവരെ കെട്ടിയാൽ മതി, അല്ലാതെ പൊന്നും പണം കൊടുക്കാനൊന്നും ഇവിടെ ഇല്ല. നമുക്ക് 2 പെൺമക്കളാ വളർന്നു വരുന്നത്, അവരുടെ കാര്യം കൂടി നോക്കണം, പങ്കജം പറഞ്ഞു. ആ, വേണ്ടതുപോലെ നോക്കിയിട്ട് ചെയ്യാം എന്നു പറഞ്ഞ് രാഘവൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. രാജീവ് വീട്ടിലെത്തുമ്പോൾ സുമിത്ര ലിവിംഗ് റൂമിൽ സെറ്റിയിലിരുന്ന് TV കാണുകയായിരുന്നു. രാജീവ് വരുന്ന ശബ്ദം കേട്ട് TV ഓഫ് ചെയ്ത് ഡോർ തുറന്നു നോക്കി. രാജീവ് അകത്ത് കയറിയിട്ട് ചോദിച്ചു, അച്ഛനും രേണുവും ഇതുവരെ വന്നില്ലേ അമ്മേ? ഞാനിപ്പോൾ വിളിച്ചിരുന്നു, എത്താറായി എന്നാ പറഞ്ഞത്. മോൻ പോയി കുളിച്ചിട്ട് വായോ, അപ്പോഴേക്ക് എത്തും, സുമിത്ര പറഞ്ഞു. രാജീവ് കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി റൂമിൻ്റെ ഡോർ തുറന്നതും രേണു പോപ്പർ പൊട്ടിച്ച് ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ എന്ന് പറഞ്ഞു. രാജീവ് അത് പ്രതീക്ഷിക്കാതിരുന്നതിനാൽ അത്ഭുതപ്പെട്ടുപോയി. അവൻ 2 കൈയും അവളുടെ കവിളിൽ ചേർത്ത് വെച്ച് പറഞ്ഞു, താങ്ക് യു ഏട്ടാ, കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് രാജീവിൻ്റെ കയ്യിൽ പിടിച്ച് രേണു ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ സുമിത്രയും രാജീവിൻ്റെ അച്ഛൻ ശേഖരൻ നായരും നിൽക്കുന്നുണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന കേക്ക് കണ്ട് രാജീവ് ചോദിച്ചു, ഇതെല്ലാം നിന്റെ പണിയായിരിക്കുമല്ലേ? അതെ, എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഏട്ടൻ എനിക്ക് സർപ്രൈസ് തരാറില്ലേ? ഏട്ടൻ്റെ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഏട്ടന് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു. കേക്ക് കട്ട് ചെയ്യേട്ടാ എന്നും പറഞ്ഞ് രേണു കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയെടുത്ത് രാജീവിന് കൊടുത്തു. ഏട്ടാ, 1 മിനിറ്റ്, ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് രേണു ഫോൺ എടുത്തു. ഇനി കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഫോണിലെ വീഡിയോ ഓൺ ചെയ്ത് ബർത്ത്ഡേ വിഷ് പാട്ട് പാടിക്കൊണ്ട് വീഡിയോ എടുത്തു. രാജീവ് കേക്ക് കട്ട് ചെയ്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത ശേഷം രേണുവിനും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. മതിയേട്ടാ, ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേണു അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ രാജീവ് ചോദിച്ചു, അപ്പോൾ നീ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലേ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്? അല്ല ഏട്ടാ, അറേഞ്ച് ചെയ്തതുകൊണ്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് രേണു അവിടുന്ന് പോയി. മഹേന്ദ്രത്തിൽ ദേവൻ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിനരികിൽ വന്നിരുന്നപ്പോൾ ജോലിക്കാരൻ രാമേട്ടൻ കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. രാമേട്ടൻ കഴിക്കാനുള്ളത് പ്ലേറ്റിൽ എടുത്തു വച്ച ശേഷവും ദേവൻ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് രാമേട്ടൻ പറഞ്ഞു, ദേവൻ കുഞ്ഞെ, മതി ഫോൺ നോക്കിയത്. കഴിക്കാൻ എടുത്തു വച്ചത് കണ്ടില്ലേ? ഇനി കഴിച്ചു കഴിഞ്ഞ് ഫോൺ നോക്കിയാൽ മതി. അത് കേട്ട് ദേവൻ ഫോൺ എടുത്തു വച്ച് പരിസരമൊന്ന് വീക്ഷിച്ചു. എന്നിട്ട് ചോദിച്ചു, രവി എവിടെ? ഞാനിവിടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞ് രവി ഡൈനിങ് ടേബിളിനരികിൽ വന്നിരുന്നു. രാമേട്ടൻ രവിക്കും കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രവിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രവി കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം എന്നും പറഞ്ഞ് രവി കോൾ കട്ട് ചെയ്തു. ആരാ രവി? ദേവൻ ചോദിച്ചു. അത് നാൻസിയാ. അവളോട് ഇന്ന് വരാൻ പറഞ്ഞിരുന്നോ? രവി ചോദിച്ചു. ഇന്നോ എന്ന് ചോദിച്ച് ഒന്ന് ആലോചിച്ചതിന് ശേഷം ദേവൻ പറഞ്ഞു, ആ, വരാൻ പറ. രവി രാമേട്ടനെ ഒന്ന് നോക്കി. ദേവൻ അത് കണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ കഴിച്ചുകൊണ്ടിരുന്നു. 2 പേരും കഴിച്ചെഴുന്നേറ്റു. രാമേട്ടൻ പ്ലേറ്റുകളെടുത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ രവി ദേവനോട് ചോദിച്ചു, സർ, ഞാൻ പലപ്പോഴായി പറയണമെന്ന് വിചാരിക്കുന്നതാ.
ഇങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് വരാൻ പറയുന്നതിലും നല്ലത് സാറിന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കല്യാണം കഴിച്ചൂടെ? അത് കേട്ട് ദേവൻ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. ദേവന്റെ ആ നോട്ടത്തിൽ രവി പേടിച്ചുപോയി.